വലിയ ആവേശമാണ് ഇന്നലെ കണ്ടത്. വലിയ സ്വീകരണമാണ് പുതിയ സ്ഥാനാർത്ഥിക്ക് നൽകിയത്. അതെ അതെ താങ്കളുടെയൊക്കെ ഒരു പിന്തുടർച്ചയായിട്ടാണ് അദ്ദേഹം എത്തുന്നത് മണ്ഡലത്തിലേക്ക്. എങ്ങനെയാണ് പ്രതീക്ഷകൾ? പ്രതീക്ഷ മാത്രമല്ല, ഇവിടെ റെക്കോർഡ് വിജയം ഉണ്ടാകും. ഈ നിയോജകമണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനത്തിന് വലിയ കോട്ടം സംഭവിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലത്തെ പ്രകടനം. അത്രയും ആവേശ പ്രകടനം ഉണ്ടായിരിക്കുന്നു. സംശയമില്ല. ജയിക്കുമ്പോൾ പോലും ഇത്ര വലിയ നടക്കാറില്ലല്ലോ. എങ്ങനെ ഒരു സ്ഥാനാർത്ഥി ജയിക്കുമ്പോൾ പോലും ഇത്ര വലിയ അതാ പറഞ്ഞിരിക്കുന്ന ആവേശം മാത്രമല്ല, ജനങ്ങളങ്ങനെ ഇളകി മറിയായിരുന്നല്ലേ, ഒരു ജനപ്രവാഹമല്ലേ ഉണ്ടായത്. പുതിയ തലമുറയാണെങ്കിൽ ഇത്രയധികം ആവേശം ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം ഞാൻ കേരളത്തിൽ നമ്മുടെ വടകരയിൽ കണ്ടിട്ടില്ല. അത്രയും ആവേശമുള്ളത്. വലിയ പ്രതീക്ഷയുണ്ട്. അത് മാത്രമല്ല, ഞാൻ മികച്ചൊരു സ്ഥാനാർത്ഥി ഞാൻ ഇവിടെ നിർത്തുന്നത്, സംശയം വേണ്ട. അദ്ദേഹത്തിന്റെ ഒരു നിയമസഭയിലെ അദ്ദേഹത്തിന്റെ പാഠമെന്ന് നമുക്കറിയാം. പാർലമെന്റിലും അതുപോലത്തെ ഒരാളാണ് വേണ്ടത്. ശക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു പോരാളിയാണ് വേണ്ടത്. ആ പോരാളിയെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇനി നിങ്ങളാണ് അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടത്. വലിയൊരു സർപ്രൈസ് ആയിരുന്നല്ലേ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ? ഒരു സർപ്രൈസ് നൽകി. സർപ്രൈസ് എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, 2009 ഞാനിവിടെ വന്നിരുന്നുണ്ട്. അന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ഏറ്റവും അധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായി ഇവിടെയായിരുന്നു. 1,30,000 വോട്ട്. അത് മറികടന്നുകൊണ്ടാണ് 56,000 വോട്ട് ഞാൻ ജയിച്ചത്. സെക്കൻഡ് ടൈമും ജയിച്ചു. അത് കഴിഞ്ഞിട്ട് സത്യത്തിൽ ഞാൻ ഉഴുതുമറച്ച മണ്ണിലാണ് പിന്നീട് ഇവിടെ വിളവെടുപ്പൊക്കെ നടന്നിരിക്കുന്നത്. അപ്പം മണ്ണ് ഇവിടെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും കടപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസിന്റെയും UDFന്റെയും പ്രവർത്തകന്മാരോടും ഈ നാട്ടിൽ ചിന്തിക്കുന്ന ജനാധിപത്യ മതേതരവാദികളോടാണ് ഈ നിയോജകമണ്ഡലത്തിലെ ജനാധിപത്യ ശക്തികൾക്കെല്ലാം കടപ്പാടുള്ളത്. ഈ പത്മജയുടെ പോക്കൊക്കെ മറന്നു കാണും ആളുകളല്ലേ? നിങ്ങളൊക്കെ അതിൽ നിന്നും പൂർണ്ണമായും മാറി മുരളി തൃശ്ശൂരിലേക്ക് കൂടെ എത്തിയതോടുകൂടി ഗൗരവമുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കും. അങ്ങനെയൊക്കെ ഒരു എത്ര ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പഴുത്തേല നോക്കൂ, ഇവിടെ ഒരു പ്ലാവുണ്ട്, അതിൽ പഴുത്തേല മുഴുവൻ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. പ്ലാവ് നല്ല ശക്തിയായിട്ട് പടർന്നുകൊണ്ടിരിക്കുകയല്ലേ പ്ലാവ്. യാ മിസ്റ്റേക്കൺ. അങ്ങനെ ഒരുപാട് ഇലപ്പൊഴിയും കാലങ്ങളൊക്കെ തന്നെ ആവേശം കൂട്ടിയോന്നാണ് എന്റെ ചോദ്യം. ഈ ആളുകൾ ഇങ്ങനെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പിന്റെ വക്കത്തെത്തി പോകുമ്പോൾ അത് പ്രവർത്തകരുടെ ആവേശം വർദ്ധിപ്പിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നിയോജകമണ്ഡലത്തിൽ വന്നപ്പോൾ തന്നെ ഏത് നിയോജകമണ്ഡലത്തിലാണ് ആവേശമില്ലാതെ പോയത്? എല്ലാ നിയോജകമണ്ഡലത്തിലും ആവേശമാണ്. കാരണം അത്രയും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഒന്ന് നമ്മുടെ മുഖ്യമന്ത്രി കാരണം ബൂതൻ തന്നെ വേണ്ട സഹായങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട്. പിന്നെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഭരണകൂടം, അതിനെ പരാജയപ്പെടുത്താൻ പ്രതിച്ചെടുത്ത ജനങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത്. അവരൊക്കെ തന്നെ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കാര്യത്തിൽ എന്താ സംശയമുള്ളത്? അതുകൊണ്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോളൂ, ഷാഫി വിജയിച്ചിരിക്കുന്നു. എത്ര ഭൂരിപക്ഷം? താങ്കൾ ഭൂരിപക്ഷത്തെക്കുറിച്ച് പറയാം, കാരണം ഇലക്ഷൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഭൂരിപക്ഷം ഒരു ഘട്ടം നിങ്ങൾ വന്നോളൂ, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. പക്ഷേ മറുവശത്തുള്ളത് ഒരു സ്ട്രോങ് സ്ഥാനാർത്ഥിയല്ലേ CPM-ന്? വ്യക്തിപരമായ പരാമർശം ഞാൻ ഇപ്പോഴും നടത്തുന്നില്ല. ഏതായാലും 2 സ്ഥാനാർത്ഥിയെ നിങ്ങൾ തുലാസിലായിട്ട് തൂക്കിക്കോളൂ. ഞാൻ സ്ഥാനാർത്ഥിയെക്കുറിച്ചൊക്കെ തന്നെ 4-5 ദിവസം മുമ്പേ പറഞ്ഞു കഴിഞ്ഞതാ, വളരെ കൃത്യമായിട്ടാണ്. പക്ഷേ എന്റെ UDFന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകന്മാർക്ക് പോലും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വരികൾക്കിടയിൽ വായിക്കാൻ അവർക്ക് സാധിക്കാത്ത പോലെ ദുഃഖം എനിക്കുണ്ട്. സാർ, ഇപ്പോൾ ഈ വനിതാ സാന്നിധ്യം വളരെ കുറവാണ് തെരഞ്ഞെടുപ്പിൽ. അതൊരു ന്യൂനതയായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, കഴിഞ്ഞ തവണയും ഒരു ലേഡി കാൻഡിഡേറ്റും ഉണ്ടായിരുന്നു, പിന്നെ 2 പേരുണ്ടായിരുന്നു. ഒന്നും ബാധിക്കില്ല. അവർക്ക് നന്നായിട്ട് ബാധിക്കുന്നില്ല. കുറച്ചുകൂടി പങ്കാളിത്തം വേണ്ടതില്ലേ ശരിക്കും ഈ ഭാവിയിലെങ്കിലും നടത്തുമ്പോൾ? അത് പറഞ്ഞല്ലോ, എല്ലാ കാലത്തും പങ്കാളിത്തം ഉണ്ടല്ലോ.